ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് നാളെ ജനം വിധിയെഴുതുന്നത്. പൊതു തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും. ഝാർഖണ്ഡിലെ 4ഉം പശ്ചിമബംഗാളിലെ 8ഉം സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13ഉം മധ്യപ്രദേശിൽ 8ഉം ഒഡീഷയിൽ 4ഉം മഹാരാഷ്ട്രയിൽ 11ഉം ജമ്മുകശ്മീരിൽ 1ഉം ബീഹാറിൽ 5ഉം സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ വിധിയെഴുതും. ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. ആന്ധ്രാപ്രദേശിൽ 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തടസ്സപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഇന്നും സാധാരണ നിലയിലായില്ല. അബുദാബി, റിയാദ്, ദമാം, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട ഇന്നത്തെ സർവീസുകൾ റദ്ദാക്കി. കൊച്ചിയിൽ നിന്ന് രാവിലെ പുറപ്പെടേണ്ട ദമാം, ബഹ്റൈൻ സർവീസുകളും മുടങ്ങിയിരുന്നു. ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള ആഭ്യന്തര സർവീസുകളും മുടങ്ങി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് മലപ്പുറം ജില്ലയിൽ ഇന്ന് 2 മരണം. പോത്തുകൽ കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ, കാളിക്കാവ് സ്വദേശി ജിഗിൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണവും വർദ്ധിക്കുന്നതിനാൽ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നാളെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഈ മാസം 7-ന് ഇവിടെ താറാവിൻ കുഞ്ഞുങ്ങൾ ചത്തതോടെ തിരുവല്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും തുടർന്ന് ഭോപ്പാലിലെ കേന്ദ്ര ലാബിലേക്കും പരിശോധനയ്ക്കായി സാമ്പിൾ അയച്ചിരുന്നു. തുടർന്ന് വന്ന ഫലത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി പഞ്ചായത്ത് വാർഡ് അംഗം അറിയിച്ചു. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സർവീസിനായി KSRTC 100 ബസ്സുകൾ അനുവദിച്ചു. ഇതിൽ 50 ബസ് പമ്പ, നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസ് ആയിരിക്കും. പമ്പയിലേക്കുള്ള പ്രധാന സർവീസ് ചെങ്ങന്നൂർ, പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നാണ് ആരംഭിക്കുക. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ഡൽഹി ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അതേസമയം ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് 5 വിക്കറ്റിന് വിജയിച്ചു. പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ ശബരിമല ഇടവമാസ പൂജയുടെ പശ്ചാത്തലത്തിൽ പമ്പ, കൊച്ചിപ്പമ്പ ഡാമുകൾ നാളെ രാവിലെ 6-ന് തുറക്കും. ഈ മാസം 19 വരെ 25,000 ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത്. ഈ സാഹചര്യത്തിൽ വൃഷ്ടിപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മാധ്യമപ്രവർത്തകനും സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മുതിർന്ന CPIM നേതാവ് S. രാമചന്ദ്രൻ പിള്ളയുടെ മകനുമായ ബിപിൻ ചന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ ജലവിതരണം മുടങ്ങും. രാവിലെ 8 മുതൽ രാത്രി 11 വരെയാണ് ജലവിതരണം തടസ്സപ്പെടുക. സ്മാർട്ട് സിറ്റി റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ ഇന്റർ കണക്ഷൻ ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം നിർത്തിവെക്കുന്നത്. കാസർഗോഡ് നഗരത്തിൽ ദേശീയപാതയുടെ ഭാഗമായുള്ള മേൽപ്പാലത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നാളെ രാത്രി 9 മുതൽ ചൊവ്വാഴ്ച രാവിലെ 9 വരെ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചു. നുള്ളിപ്പാടി അയ്യപ്പ ഭജന മന്ദിരത്തിനും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനുമിടയിൽ 150 മീറ്റർ ഭാഗമാണ് അടയ്ക്കുന്നത്. കണ്ണൂരിൽ അങ്കണവാടി വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റ സംഭവത്തിൽ ആയക്കെതിരെ കേസെടുത്തു. അങ്കണവാടിയിൽ ചൂടുപാൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യവേ കുട്ടിക്ക് പൊള്ളലേറ്റ സംഭവത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.